ഹായ് മച്ചാന്മാരെ, ഏവർക്കും എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ അകത്ത് എലി കയറി ഇതാ കണ്ടില്ലേ, കടിച്ച് മൊത്തം നാശാക്കിയേക്കുക. പൈപ്പ് അത് എവിടെയൊക്കെ കടിക്കാൻ പറ്റും അവിടെ കടിച്ചേക്കുന്നത്, ഒന്നും പറയണ്ട. ഇത് കണ്ടില്ലേ, ഫുള്ള് പൈപ്പ് കട്ടിങ്ങാണ്. അപ്പം അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഭയങ്കര തന്നെ, കാരണം വയറുകളൊക്കെ കടിച്ച് ഒരു രക്ഷയില്ലാതെ പറ്റ കട്ട് ചെയ്തേക്കുക, ഒന്നുമില്ല. അപ്പോൾ മെഷീൻ തന്നെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന്, പിന്നെ ഏകദേശം നമ്മളതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ മെഷീൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അതിന് ഇനി എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു സംഭവം, നമ്മളൊരു പാക്കിങ്, നമ്മൾ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കമ്പനി ഒരു ചെറിയൊരു പീസ് വന്നിട്ടുണ്ട് അടിയിൽ വെക്കുന്നത്, അത് മാറ്റിയിട്ട് നമ്മൾ അതായത് നമ്മൾ ഷീറ്റും കൊണ്ട് നമ്മളൊരു ഒരു അടപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറഞ്ഞാൽ, നമ്മളത് കറക്റ്റ് അതിൻ്റെ അളവിന് നമ്മൾ കട്ട് ചെയ്തിട്ട് നിസ്സാര കാര്യമുള്ളൂ, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. അപ്പം ആ കമ്പനിയുടെ സാധനം എന്ന് പറഞ്ഞാൽ അത് ഒരു കാശിനും കൊള്ളുകയില്ല. അത് ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്, എലി കയറി വയറിങ്ങൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, അതുപോലെ ബോർഡിൻ്റെ വയറിങ്ങൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ബോർഡൊക്കെ കയറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പാട് തന്നെയാണ്. ചിലപ്പം ബോർഡ് തന്നെ മാറ്റി വെക്കേണ്ട അവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് എലി കാരണം ഒരുപാട് തലവേദന പിടിക്കുന്നുണ്ട് കസ്റ്റമേഴ്സിനൊക്കെ. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം മാക്സിമം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കൈയൊക്കെ മുറിയാതെ എല്ലാവരും നോക്കണം. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയൊരു മെഷീൻ വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോലും വർക്ക് ചെയ്യിപ്പിച്ചില്ല കേട്ടോ. ആഗ്രഹിച്ച് മെഷീൻ വാങ്ങിച്ചു ഒരു അപ്പച്ചനും അമ്മച്ചിയും, അത് ഫുള്ള് എലി കയറി നാശമാക്കി കളഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ ചെന്ന് നോക്കിയപ്പം നമുക്ക് തന്നെ വിഷമമായി. പിന്നെ അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്ത്. എന്തായാലും നമ്മുടെ പരിപാടി എന്തായാലും ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അടുത്തത് കട്ട് ചെയ്ത പീസുകളൊക്കെ നല്ലപോലെ അടിച്ച് വൺ സൈഡ് ഫോൾഡ് ചെയ്ത് നമുക്ക് കുറച്ച് ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്ക്രൂ ചെയ്യുമ്പം അത് വളഞ്ഞൊന്ന് പോകാതിരിക്കാൻ നല്ല ടെമ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫോൾഡ് ചെയ്ത് ഒരു 2 തിക്നെസ്സിൽ ആക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലാം ഓക്കെയാണ്, കറക്റ്റ് അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അത് വെച്ചിനി സ്ക്രൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് ഒരു ആണിക്ക് ഒരു ശകലം ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം സ്ക്രൂ ചെയ്യുക, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ആ അളവ് നോക്കി വെക്കുക. എന്നിട്ട് അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ക്രൂ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 5-6 സ്ക്രൂ അടിക്കുന്നുണ്ട്, കാരണം അതിൽ 5-6 സ്ക്രൂ അടിക്കാൻ പറ്റുന്നുണ്ട്. ആ 5-6 സ്ക്രൂ വെച്ചാൽ അത് മതിയാവും, കുഴപ്പമൊന്നുമില്ല. വേറെ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല, എലി കയറാൻ യാതൊരുവിധ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഷീറ്റ് മതി, 2 കൈയൊന്നും മുറിയാതെ നോക്കണം. എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഏകദേശം എൻ്റെ പണി ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇനി ആ സ്ക്രൂകളെല്ലാം ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അത് മാക്സിമം എല്ലാവരും ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രയോജനകരമാകും. കാരണം ഇപ്പം നമ്മുടെ മഴ സമയമൊക്കെ ആയതുകൊണ്ട് തുണിയൊക്കെ വാഷ് ചെയ്യാനും ഉണക്കാനും ഒക്കെ ഒരുപാട് പാടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ എന്തായാലും നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്പനിയുടെ കൂടെ വന്നതാണ്, അത് നമുക്കിനി ആവശ്യമില്ല, അതിനി കളയാനേ പറ്റുള്ളൂ, അത് കളഞ്ഞേക്കാം. ഇനി നമുക്കിതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്